Hello guys, today we'll discuss about DOM. DOM, D-O-M, Document Object Model. It's a very important topic in web development. It's a very important topic in the web programming. What is DOM, Document Object Model? Simply a cross-platform and language-independent interface that allows programs and scripts to dynamically access and update the content, structure and style of hypertext markup language, HTML or extensible markup language, XML documents. Okay, HTML മാത്രമല്ല, നമ്മൾ HTML പഠിച്ചു hypertext markup language. അത് കൂടാതെ ഒരു ലാംഗ്വേജ് കൂടി ഉണ്ട്, ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, XML, extensible markup language. ഓക്കെ, അപ്പൊ ഇത്തരം ലാംഗ്വേജുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇന്റർഫേസുകൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ, പ്രോഗ്രാം അല്ലെങ്കിൽ കോഡുകൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇതിനൊക്കെ സ്ട്രക്ചറൈസ് ചെയ്യാനും ഏത് ലാംഗ്വേജിൽ ഡെവലപ്പ് ചെയ്താലും ഹാർഡ്വെയർ ബേസ്ഡ് ചെയ്തിട്ടുണ്ട്, PC ബേസ് ചെയ്തിട്ടുണ്ട്. ഇതിനെ സ്ട്രക്ചർ ചെയ്യാനും പ്രോസസ് ചെയ്യാനും ജനറലി യൂസ് ചെയ്യുന്ന മോഡലാണ് ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ എന്ന് പറയുന്നത്. It's defined by World Wide Web Consortium. അതാണ് W3C. The DOM is a web standard defined by W3C. W3C means World Wide Web Consortium. It provides a structured object-based representation of the individual elements and contents in a page with methods for retrieving and setting properties of these objects. It also provides an interface for dealing with the events, allowing us to capture and respond to the user or browser actions. Okay, ഒരു document object model എന്ന് പറഞ്ഞാൽ, for there is an example. ഇവിടെ ഒരു example. See this? നമ്മൾ പ്രോഗ്രാം ചെയ്ത് കഴിയുമ്പോൾ ആ കോഡിനെ, ആ ഡോക്യുമെന്റ് ഫയലിനെ DOM ഒരു ട്രീ പോലെ ഒരു നോഡുകളായിട്ട് ഇങ്ങനെ കൺസിഡർ ചെയ്യും. ഓരോ ട്രീയും ഒരു നോഡാണ്. See this node, then second one HTML ന്റെ ഹെഡർ, then ഹെഡ്, ബോഡി, അങ്ങനെ ഓരോ പാർട്ടുകൾ. ഓരോ നോഡും ഓരോ ട്രീയുടെ ഓരോ നോഡും അല്ലെങ്കിൽ ഓരോ ബ്രാഞ്ച് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ കോഡിനെ ഓരോ നോഡാക്കി അല്ലെങ്കിൽ ട്രീയുടെ ഒരു ബ്രാഞ്ച് ആക്കി ഒരു ട്രീ ആയിട്ട് അസ്യൂം ചെയ്തിട്ട് ആ ട്രീയുടെ ഓരോ ബ്രാഞ്ചും അതിന്റെ ഓരോ സെക്ഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യണം. റൈറ്റ്? It's a cross-platform and language-independent interface that allows programs and scripts to dynamically access and update the content, structure, and style of HTML and XML documents. ഏത് വിൻഡോസ് ആയാലും ലിനക്സ് ആയാലും XML ആയാലും HTML ആയാലും ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയാലും ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ള PC ആയാലും നമ്മൾ കോഡ് വെബ് ബേസ്ഡ് പ്രോഗ്രാമിംഗ് നടത്തി ആ കോഡ് സേവ് ചെയ്യുമ്പോൾ, ഡോക്യുമെന്റ് സേവ് ചെയ്യുമ്പോൾ ഈ DOM അത് എന്ത് ചെയ്യുന്നു? അത് ആക്സസ് ചെയ്യുന്നു, ആ കണ്ടന്റ് അത് സ്ട്രക്ചറൈസ് ചെയ്യുന്നു, സ്റ്റൈൽസ് ഒക്കെ ആക്സസ് ചെയ്യുന്നു, then റൺ ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇറ്റ്സ് ഡെവലപ്ഡ് ബൈ വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം. മെയിൻലി 3 പാർട്ടാണ് ഉള്ളത് ഡോമിന്. വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് the DOM has 3 different parts. First one is the core DOM, second one is the XML DOM, and third one is the HTML DOM. Core DOM എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് മോഡലാണ് ഫോർ ഓൾ ദ ഡോക്യുമെന്റ്സ്. XML DOM എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് മോഡലാണ് ഫോർ XML ഡോക്യുമെന്റ്. വാട്ട് ഈസ് XML? XML, extensible markup language. HTML എങ്ങനെയായിരിക്കണം ഒരു വെബ് പേജിൽ നിന്ന് പ്രസന്റബിൾ ആവേണ്ടതെന്ന് ഡിഫൈൻ ചെയ്യുമ്പോൾ XML അതിന്റെ കണ്ടന്റ് എങ്ങനെയായിരിക്കണം, ഹൗ ടു സ്റ്റോർ, കണ്ടന്റ് ബേസ്ഡ് ആണ് XML എന്ന് പറയുന്നത്.
HTML എല്ലാം പ്രീ ഡിഫൈൻ ടാഗ്സ് ഉള്ളപ്പോ XML പ്രീ ഡിഫൈൻ ടാഗ്സ് ഇല്ല. ടാഗ്സ് അപ്പോൾ ഡിഫൈൻ ചെയ്യണം നമ്മൾ കോഡിംഗ് നടത്തുമ്പോൾ. എന്ത് പറയാം നമുക്ക് XML സിമ്പിൾ ആയിട്ട്? XML പ്രൊവൈഡ്സ് എ സ്റ്റാൻഡേർഡ് മെത്തേഡ് ടു ആക്സസ് ഇൻഫോർമേഷൻ, make it easier for applications and devices of all kinds to use, store, transmit and display data. XML സിമ്പിൾ ആയിട്ട് നമുക്ക് വെബ് പേജ് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് പ്രസന്റബിൾ ആക്കുമ്പോൾ XML എന്ത് ചെയ്യുന്നു? XML provides a standard method to access information, making it easier for applications and devices of all kinds to use, store, transmit and display data. പ്രസന്റേഷൻ മാത്രമേ HTML ഉപയോഗിച്ചിട്ട് സാധിക്കുള്ളൂ. പക്ഷെ അതിനെ ആ വെബ് പേജുകളെ കൃത്യമായിട്ട് സ്റ്റോർ ചെയ്യണമെങ്കിൽ, കണ്ടന്റ് ബേസ്ഡ് ആയിട്ട് സ്റ്റോർ ചെയ്യണമെങ്കിൽ, അതുപോലെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കോഡിംഗ് സിസ്റ്റമാണ് XML എന്ന് പറയുന്നത്. അപ്പൊ HTML XML ഒക്കെ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്തിട്ടാണ് വെബ് പേജ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ XML DOM ഉണ്ട്. സെക്കൻഡ് വൺ, സ്റ്റാൻഡേർഡ് മോഡൽ ഫോർ XML ഡോക്യുമെന്റ്സ്. മൂന്നാമത്തത് HTML DOM, സ്റ്റാൻഡേർഡ് മോഡൽ ഫോർ HTML documents. Okay, അങ്ങനെ according to the World Wide Web Consortium, DOM standard is separated into 3 different parts. Core DOM, exclusively for all the document types. XML DOM, exclusively the standard model for only extensible markup language XML documents. And third one, HTML DOM, exclusively for standard model for HTML documents. Okay, a simple concept ആണ്. HTML DOM model is constructed as a tree of objects. കണ്ടോ, നമ്മൾ HTML നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? നാവിഗേഷൻ ഒബ്ജക്ട്സ് ഉണ്ട്, സ്ക്രീൻ ഒബ്ജക്ട്സ് ഉണ്ട്, ഹിസ്റ്ററി ഡോക്യുമെന്റ് ഒബ്ജക്ട്സ് ഉണ്ട്. അതിനൊക്കെ ഓർഡറിൽ നമ്മളൊരു ട്രീ ആയിട്ട് കണ്ടോ, ബ്രാഞ്ചുകളായിട്ട് 1, 2, 3, 4 ബ്രാഞ്ച് ഉണ്ട്. അപ്ഡേറ്റും മറ്റു കാര്യങ്ങളും ഐഡിയും ഫോമും ഇമേജും ഒക്കെ സെക്കൻഡ് സെക്ഷനിൽ വരുന്നു. ബട്ടൺ, ഇവന്റ്സ്, ചെക്ക് ബോക്സ്, ഫയൽ അപ്ലോഡ്, ഹിഡൻ, ഓപ്ഷൻസ്, പാസ്വേഡ്, ഇതുപോലുള്ള കാര്യങ്ങൾ തേർഡിൽ വരുന്നു. റീസെറ്റ്, സെലക്ട്, സബ്മിറ്റ് പോലുള്ള കാര്യങ്ങൾ ഫോർത്ത് സെക്ഷനിൽ വരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ലെയേർഡ് കൺസെപ്റ്റ് ആയിട്ട് നമ്മൾ അതിനെ ഒരു ട്രീയുടെ ഒരു ബ്രാഞ്ചുകളായിട്ട് ഇങ്ങനെ കൺസെപ്റ്റ് ചെയ്തിട്ട് വെക്കുന്നു. എന്നിട്ട് ഓരോ ബ്രാഞ്ചുകളും അക്കോർഡിംഗ് ടു ദ എൻവയറമെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇതാണ് വളരെ സിമ്പിൾ ആയിട്ട് അതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ദ HTML DOM മോഡൽ. And built-in objects ഉണ്ട് ഇഷ്ടംമാതിരി DOM-ൽ. JavaScript ഉപയോഗിച്ചിട്ട് നമ്മൾ DOM ക്രിയേറ്റ് ചെയ്യുമ്പോൾ there exists some built-in objects. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 എണ്ണമാണ് സ്ട്രിങ്ങും അറേയും ഡേറ്റും. സ്ട്രിങ് ഒബ്ജക്ട്സ്, വി ക്യാൻ ക്രിയേറ്റ് ബിൽറ്റ് ഇൻ സ്ട്രിങ് ഒബ്ജക്ട്സ് യൂസിങ് mystring.big ടാഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് ബിൽറ്റ് ഇൻ സ്ട്രിങ് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാം. ഓർ mystring.length പോലുള്ള ഫങ്ഷൻസ് ഉപയോഗിച്ചിട്ട്. റൈറ്റ്, എന്താണ് സ്ട്രിങ് ഒബ്ജക്റ്റ്? ഇറ്റ് അലൗസ് us to deal with the strings of text. It allows us to deal with the strings of text. ടെക്സ്റ്റുകളുടെ കോമ്പിനേഷനോട് കൂടിയ സ്ട്രിങ്സ് ഉണ്ടോ? ഓക്കെ, അത്തരം സ്ട്രിങ്ങുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, ഓക്കെ, സ്ട്രിങ് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സ്ട്രിങ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഓരോ അറേ ഓഫ് ടെക്സ്റ്റിന്റെ ഒരു കോമ്പിനേഷൻ, ഒരു സെറ്റപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിന് യൂസ് ചെയ്യുന്ന കണ്ടോ, ഇവിടെ mystring is equal to new string, here is some big text എന്ന് പറഞ്ഞ അറേ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. here is some big text എന്ന് പറയുന്ന അറേ ഓഫ് ടെക്സ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. എങ്ങനെ? mystring is equal to new string എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട്. റൈറ്റ്, സെക്കൻഡ് വൺ ആണ്
date object. Date object. Here is the date object. Date object helps us to work with dates and times. For new date, the example. For a function create where new year is equal to new date. Year, month, date. But the sum namku pudiya date namku date function create cheyan namku ivide JavaScript. Okay. അതുപോലെ കണ്ടോ for ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു birth date is equal to new date 1975.4,4,28. It will create a new birth date. 4ാം മാസം April 28th 1975 എന്ന് പറയുന്ന ഒരു ബർത്ത് ഡേറ്റ് നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ഒരു ഒബ്ജക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഡേറ്റിന്റെ ഒബ്ജക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഡയറക്ട്ലി. And third one is the array object. An array object is a collection of values. The location of information in an array is based on numbered position called the index. ഈ ജാവാസ്ക്രിപ്റ്റിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് ഈ array object എന്ന് പറയുന്നത്. എന്ത് array? array എന്ന് ഉദ്ദേശിക്കുന്നത് സീക്വൻഷ്യൽ ആയിട്ടുള്ള ഒരു array. അതായത് ഇപ്പോ ദേ ഇവിടെ x is equal to new array എന്ന് ക്രിയേറ്റ് ചെയ്യുന്നു. x is equal to new array. ഇവിടേക്ക് നമുക്ക് എന്ത് ഫില്ല് ചെയ്യാം? The days, new array, Monday, Tuesday, Wednesday, Thursday, Friday, Saturday and Sunday. ഒരു വീക്കിലെ 7 ദിവസവും Monday to Sunday നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. അതുപോലെ വേണമെങ്കിൽ ഇപ്പോൾ 1 to 10, 20, 30, 40, 50, 60, 70, 80, 90, 100 അങ്ങനെ 1 to 100 10ന്റെ മൾട്ടിപ്പിൾ 10ന്റെ array അല്ലെങ്കിൽ multiplication table of 10 1 into 10 is equal to 10 10 20 30 40 അങ്ങനെ ഒരു array നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഇതുപോലെ ഡേയ്സ് array ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് ഈ array ഒബ്ജക്റ്റ് ജാവാസ്ക്രിപ്റ്റിൽ ക്രിയേറ്റ് ചെയ്യാം ഫോർ കളക്ഷൻ ഓഫ് വാല്യൂസ് സ്റ്റോർ ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ ഈ ഡോമിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് മോഡൽ ഉപയോഗിച്ചിട്ട് ജാവാസ്ക്രിപ്റ്റിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന 3 ഒബ്ജക്ട്സ് ആണ് സ്ട്രിങ്ങും അറേയും ഡേറ്റും. ഓക്കെ, സ്ട്രിങ്ങും അറേയും ഡേറ്റും. ഓക്കെ, ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ്. ഒരു ക്രോസ് പ്ലാറ്റ്ഫോം ആയിട്ട് ഒരു ലാംഗ്വേജ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് ആണ് ഡോം എന്ന് പറയുന്നത്. That allows programs and scripts to dynamically access and update the content, structure and style of HTML or XML. Okay, World Wide Web Consortium ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ക്രോസ് പ്ലാറ്റ്ഫോം. ക്രോസ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും ആവാം. വിൻഡോസ് ആവാം, ലിനക്സ് ആവാം, മാക് ആവാം, ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് ഏത് ലാംഗ്വേജ് ഉപയോഗിക്കാം. HTML ആവാം, XML ആവാം, ജാവാസ്ക്രിപ്റ്റ് ആവാം, PHP ആവാം, പൈത്തൺ ആവാം, ഏത് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് ഡെവലപ്പ് ചെയ്ത വെബ് പേജ് ആയാലും നോ മാറ്റർ ഡോം എന്ത് ചെയ്യും? allows programs and scripts to dynamically access and update the content, structure and style. ഓക്കെ, ഈ ഡോം ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ നമുക്ക് PHP പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് ആണ്, MySQL പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ ഇത്തരം ഏത് പല കോഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ പേജ് ഡെവലപ്പ് ചെയ്താലും നമുക്ക് ഈ ഡോം ഉള്ളതുകൊണ്ട് നമുക്ക് അതിന്റെ എക്സിക്യൂഷൻ ഔട്ട്പുട്ട് വളരെ ഭംഗിയായിട്ട് നമുക്ക് പ്രോസസ് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ഡോം.